കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് അവലോകനത്തിനു കൂടി മുതിരുന്നത്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് മലബാർ ജേണലിൻ്റെ ചീഫ് എഡിറ്റർ KP സേതുനാഥ്, അതുപോലെ സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ശ്രീകുമാർ മനയിൽ. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗോത വളരെ സജീവമാണ്. അവിടെ ആരോപണങ്ങൾക്ക് പഞ്ഞയില്ല, അതേപോലെ ചർച്ചകൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഒന്നും പഞ്ഞയില്ല. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വളരെയധികം നിർണായകമായി സ്വാധീനിക്കാൻ പോകുന്ന വിഷയങ്ങളെന്നാണ് തോന്നുന്നത്? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ വിഷയങ്ങളായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഡീൽ ആരോപണവും, ഈ BJP CPM ഡീൽ എന്നുള്ള ആരോപണം പ്രതിപക്ഷ നേതാവ് ഉയർത്തിയതും ഇതിനൊപ്പം ചർച്ചയാവും. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള, അതുപോലെ മറ്റ് പിൻവാദ നിയമനങ്ങളും ഭരണവിരുദ്ധ തരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഡീൽ BJP CPM ഡീൽ, പിന്നെ മോദിക്ക് വഴങ്ങുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി എന്നുള്ള പഴയുള്ള ആരോപണം, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ ചൂരൽമല ദുരന്തത്തെക്കുറിച്ചുള്ള പൈസ പിരിക്കലും പണം പിരിക്കൽ, അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പണം പിരിച്ചത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചർച്ചകൾ. പ്രധാനമായിട്ടും ഈ ഡീലും ഈ ചൂരൽമല സംഭവങ്ങളും, അതോടൊപ്പം തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശബരിമല സ്വർണ്ണക്കൊള്ള, അതൊരു വലിയൊരു വിഷയം തന്നെയാണ്. അത് ഒന്ന് മങ്ങിപ്പോയെന്ന് വിചാരിച്ചെങ്കിലും ഇപ്പോൾ നമ്മൾ പ്രചരണമൊക്കെ കണ്ടപ്പോൾ മനസ്സിലാവുന്നത് BJPയും UDFും ഒരേപോലെ അത് ഉന്നയിക്കുകയും അതിനെ തടുക്കാൻ വേണ്ടി സോണിയാഗാന്ധിയുടെ വീട്ടിലേക്കാണ് സ്വർണം പോയതെന്ന് മുഖ്യമന്ത്രി അടക്കം പറയുകയും, അങ്ങനെയല്ല സോണിയാഗാന്ധി സംശയിക്കേണ്ടതില്ലെന്ന് ബേബി പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതെല്ലാം ആകെയായി ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞ അവസ്ഥയിലാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട അജണ്ട ഏതാണെന്ന് വേർതിരിച്ചെടുക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ UDFൻ്റെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട ഏതാണെന്ന് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുക അത്ര എളുപ്പമല്ല. ഇതെല്ലാം കൂടിക്കഴിഞ്ഞൊരു ചക്ക കുഴഞ്ഞ പോലെ കുഴഞ്ഞ പരുവത്തിലായിരിക്കണം. അപ്പുറത്തും ഈ LDFൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഏതാണ് പ്രധാനമായിട്ടും ഉന്നയിക്കേണ്ടതെന്നുള്ള ധാരണ ഇപ്പോഴും അവർക്കില്ല. അപ്പോൾ കിട്ടുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ഒരു വിവാദമാവുന്ന വിഷയങ്ങളുടെ പുറകെ ഡീലാണെങ്കിൽ ഡീല്, ചൂരൽമലയാണെങ്കിൽ ചൂരൽമല, അതിൻ്റെ പുറകെ കുറേ നാൾ പോവുക എന്നുള്ളതാണ് CPM ചെയ്യുന്നത്. അവർ CPM ആണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രത്യേകിച്ചൊരു ഫോക്കസ് ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. LDFന് നിരവധി ഫോക്കസുകളാണ്. നമ്മൾ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണ് പറയുന്നല്ലോ. ഇതങ്ങനെയല്ല, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അവർക്ക്. ഈ കൈ നിറയെ വിഷയങ്ങളുള്ളതുകൊണ്ട് ഏതെടുത്ത് ആദ്യം ഉന്നയിക്കണം, ഏതെടുത്ത് ആദ്യം പഠിക്കണം എന്നുള്ള ഒരു ആശയക്കുഴപ്പം അവിടെയും കാണുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഈ 10 വർഷം 10 വർഷം ജനങ്ങളെ നയിച്ചാൽ ഈ 10 വർഷം ഭരണത്തിലിരുന്ന സർക്കാരിനെതിരെ ഉണ്ടാകുന്ന അസംതൃപ്തി, അത് യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെതിരെ ഉണ്ടെന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തൽ. നമ്മൾ പൊതുവെ കേരളത്തിൽ സഞ്ചരിക്കുമ്പോഴും അത്തരത്തിലുള്ള അസംതൃപ്തി ജനങ്ങളിൽ കാണുന്നുണ്ട്. ആ അസംതൃപ്തി എത്ര കണ്ട് ഇവർ എൻകാഷ് ചെയ്യുന്നുള്ളത് നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ അവർ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. ഇപ്പോൾ പല സർവേകളും, ഞാനൊരു മുതിർന്ന CPM നേതാവിനോട് സംസാരിച്ചപ്പോൾ പല സർവേകളിലും 60 സീറ്റ് പറയുന്ന, 65 സീറ്റ് പറയുന്നത് തന്നെ അവർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകണമെന്ന് എനിക്ക് അവർ സംസാരത്തിൽ മനസ്സിലായി. കാരണം 67 സീറ്റ്, 69 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ 72 സീറ്റ് അത് ഭരിക്കാൻ, അത് ആ 72 സീറ്റിലേക്കുള്ള 4 സീറ്റിൽ ഉണ്ടാകുന്നൊരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പല സീറ്റുകളും ഈ 1000 വോട്ടിന് 2000 വോട്ടിന് ജയിച്ച സീറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പം നിലവിൽ ഈ നിയമസഭാ ഇലക്ഷൻ നിലനിൽക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. ഈ സാധാരണഗതിയിൽ ഇപ്പം ഈ പൊതുവെ പറയുന്ന ഇപ്പം നമ്മുടെ CSDS പോലെയുള്ള ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെ കാര്യമായി വിശകലനം ചെയ്യുന്ന അവർ പറയുന്നത് ഒരു 60% ഓഫ് ദ വോട്ടേഴ്സ് അവരെന്താണെന്ന് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാവും. സാധാരണ ഒരു പോളിനൊക്കെ വരുന്നതിനൊക്കെ 2-3 മാസത്തിന് മുമ്പ് തന്നെ അവരുടെ ഒരു തീരുമാനങ്ങളുണ്ടാവും. അപ്പോൾ ആ നിലയിൽ ഇപ്പം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടും കേരളം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡും, അതോടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു 60% ആൾക്കാരും മുൻകൂട്ടി തീരുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ആ ഒരു ട്രെൻഡ് നമുക്ക് ഏതാണ്ട് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ ശ്രീകുമാർ ഉന്നയിച്ചതുപോലുള്ള ചില വിഷയങ്ങൾ, ഭരണവിരുദ്ധത, പിന്നെ ഈ പറയുന്ന ഡീല്, പിന്നെ ഇപ്പോൾ ഈ പറയുന്ന ചൂരൽമല വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ, ഇതെല്ലാമാണ് ഉള്ളത്. പക്ഷേ പ്രത്യേകിച്ച് അടുത്ത 4 ദിവസം, ഇപ്പോൾ 4 ദിവസമാണ് പ്രചരണത്തിനും അതിനുമൊക്കെ ആയിട്ടുള്ളത്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാമ്പയിൻ്റെ ദിവസങ്ങളായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു നിലയിൽ പെട്ടെന്ന് കേരളത്തിൽ ഇന്ന് ഒരുപക്ഷെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയം ഈ വയനാട് ചൂരൽമലയായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസ് അവരുടെ അക്കൗണ്ടും ഡീറ്റെയിലും കൊടുത്തു എന്നാണ്. അപ്പോൾ അതിലുള്ള ഒരുപാട് ഡിസ്ക്രിപ്പൻസീസ് ഉണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമോ 2 ദിവസമോ മുഴുവൻ എന്താ പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ ടെലിവിഷൻ ഭാഷയിൽ പറഞ്ഞാൽ കത്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് ഈ കണക്കുകളെ കുറിച്ചിട്ടുള്ള സാധനങ്ങൾ നിൽക്കുന്നുണ്ട്. അതേപോലെ പക്ഷേ
ഇപ്പം കോൺഗ്രസിനകത്ത് നിന്നിട്ട് അവർ തിരിച്ചിപ്പം ചൂരൽമലയിലെ 178 വീടുകൾ കൈമാറി എന്ന് പറയുന്നു. പക്ഷേ ആ വീടുകളിൽ ഇതുവരെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന നിലയിലുള്ള അവരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു വിമർശനങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ അതിൻ്റെ പൊതുവിലുള്ള സംഭവങ്ങളാണ്. പക്ഷേ നേരത്തെ ഈ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രണ്ട് മുന്നണികളും വളരെ കോൺഫിഡൻസിലാണ്. അതായത് ഈ ഈ സർവേകളുടെ അടിസ്ഥാനത്തിലും മറ്റുമെല്ലാം വളരെ നെക്കൻ എന്ന് പറയുന്ന ഒരു നിലയിലേക്കുള്ളൊരു സാധനം വരുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന ഈ പറയുന്ന സർവേകൾക്കപ്പുറം അതിനപ്പുറം അല്ലെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അദൃശ്യമായിട്ടുള്ള അടിയൊഴുക്കുകൾ ഈ ഇലക്ഷനിൽ ഒരുപക്ഷെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്ത് പറയുന്നു ശ്രീകുമാർ അതിനെക്കുറിച്ച്? ഇല്ല, അത് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് 100 സർവേകളെല്ലാം തെറ്റാണെന്നും 100 സീറ്റ് ഉറപ്പിച്ച് കിട്ടുമെന്നും പറയുമ്പോൾ ഈ അടിയൊഴുക്കുകൾ എവിടെയുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി കാണണം. ഈ നമ്മൾ എപ്പോഴും, കാരണം വെച്ചാൽ ഒരു അണ്ടർ കറൻസ് എന്ന് പറയുന്നത് എത്ര പെട്ടെന്ന് സർവേകളിൽ ഒരു പ്രതിഫലിക്കില്ല. വിസിബിളാവുന്ന കാര്യമല്ല, പ്രതിഫലിക്കുന്ന കാര്യമല്ല. അണ്ടർ കറൻസ് പലപ്പോഴും ജനങ്ങളുടെ മനസ്സിലായി ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ 3-4 മാസം കൊണ്ട് തീരുമാനിച്ചു വെച്ചവൻ പുറത്തെന്ത് പറഞ്ഞാലും അവനറിയാം മാർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ഈ അടിയൊഴുക്കുകൾ ശക്തമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ സർവേയിൽ കാണുന്ന റിപ്പോർട്ടിനേക്കാൾ ഭേദിച്ചുകൊണ്ട് വേറെ റിപ്പോർട്ടുകൾ, അത് ഏത് മുന്നണിക്ക് അനുകൂലമാണോ പ്രതികൂലമാണെന്ന് പറയുന്നതല്ല, പക്ഷേ ഇപ്പോൾ കാണുന്ന സർവേ റിപ്പോർട്ടിനേക്കാൾ അപ്പുറത്തേക്കൊരു റിപ്പോർട്ട് വന്നേക്കാം. ഒരു പക്ഷേ UDF ഒരു ക്ലീൻ സ്വീപ്പ് പോലെ വന്നേക്കാം. അല്ലെങ്കിൽ നേരത്തെ 2014 നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ഒരു 73, 70 അങ്ങനെയൊക്കെ വന്നേക്കാം. ആ ഒരു നമ്മളിപ്പോഴും മനസ്സിലാക്കുന്ന ഈ അടിയൊഴുക്കുകൾ ഒരു വോട്ടിൻ്റെ സ്വിങ്, ആ ഒരു 10-12% വോട്ട് എങ്ങോട്ട് മാറുന്നതനുസരിച്ചിരിക്കും അടിസ്ഥാനപരമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റേത്. പ്രകടമായിട്ട് ഇപ്പം പലരും എല്ലാ സർവേകളിലും അല്ലെങ്കിൽ അതിലെല്ലാം പറഞ്ഞത് ഈ മലബാർ മേഖലയിലുള്ള വലിയൊരു ഷിഫ്റ്റ് എന്നോ അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമോ എന്ന് പറഞ്ഞിട്ടുള്ള അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താ? അല്ല, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDF അനുകൂലമായി വരുന്നുള്ളത് CPM തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. CPM തന്നെ പല ഇൻ്റേണൽ അവരുടെ ഡിസ്കഷനിലും ഇൻ്റേണൽ കമ്മിറ്റികളിലൊക്കെ ന്യൂനപക്ഷ വികാരം ഇത്തവണ CPM-നും LDF-നും എതിരാണ് എന്നുള്ള കൃത്യമായ വിലയിരുത്തലിൽ അവരെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ ക്രൈസ്തവ മേഖലകളിലും CPM-നെതിരായിട്ടുള്ള ശക്തമായ വികാരം, CPM എന്ന് പറഞ്ഞേക്കാൾ കൂടുതൽ പിണറായി വിജയനെതിരായിട്ടുള്ളൊരു ശക്തമായ വികാരം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിനിടയിൽ CPM-നെതിരെയല്ല, അത് പിണറായി വിജയനെതിരെയുള്ളൊരു വികാരമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതിൻ്റെ കാരണം ഈ PV അൻവറിൻ്റെയൊക്കെ ആ പ്രസ്താവനകളും ഈ ഈ പറയുന്ന പോലെ മോഡിയെ പിന്തുണച്ചു എന്ന് UDF ആരോപിക്കുന്ന തരത്തിലുള്ള ഈ സമ്മിശ്രികളുടെ കീഴടങ്ങൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ PV അൻവർ ആ വിഷയം ഉന്നയിച്ചതിന് ശേഷമാണ് മുസ്ലിം കേന്ദ്രങ്ങളിൽ, മുസ്ലിം വിഭാഗങ്ങളിൽ അത് കത്തിപ്പടന്നത് കേട്ടോ. കാരണം PV അൻവർ ഉന്നയിക്കുന്നവരെ ഈ പ്രശ്നം കോൺഗ്രസ് നേതൃത്വം കാലാകാലങ്ങളായിട്ട് ഉന്നയിക്കുന്നത്, 2016 മുതൽ കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നതാണ് മോഡിയും പിണറായിയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റില്ല എന്നുള്ളത്. പക്ഷെ അതാരും വിശ്വസിച്ചില്ല. അത് വിശ്വസിച്ചത് PV അൻവർ പറഞ്ഞപ്പോഴാണ്. അങ്ങനെയാണ് ഈ ഒരു മലബാർ മേഖലയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൈനോറിറ്റി വിഭാഗം, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം അതിശക്തമായിട്ട് തന്നെ CPM-നും LDF-നും എതിരെ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതിൽ ഏതാണ്ട് ഒരു 60%, കഴിഞ്ഞ തവണ ഒരു വോട്ട് ചെയ്തതിലേക്ക് 55-60% ആൾക്കാർ ഇത്തവണ മറിച്ച് UDF-ന് വോട്ട് ചെയ്യുന്നുള്ളതാണ് ലീഗിൻ്റെ ഒരു, മുസ്ലിം ലീഗിനെ പോലൊരു കക്ഷിയുടെ വിലയിരുത്തൽ. അവർ പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ 16 പിടിക്കുമെന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലൊക്കെ പല ബൂത്തുകളിലും ഈ മുസ്ലിം വോട്ട് മാത്രമുള്ള ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ കഴിഞ്ഞ തവണ പറ്റിയത് വെച്ചാൽ 60-40 ആയിരുന്നു, 60-40 ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അത് 90-95 വരും എന്നാണ് അവർ പറയുന്നത്. അത് അത്ര തെറ്റായ നിഗമനമല്ല, കാരണം അവരുടെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനെയൊക്കെ ഈ പറഞ്ഞ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു റിസൾട്ട് ഉണ്ടായേക്കാം. കോഴിക്കോട് ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു റിസൾട്ട് UDF-ന് ഉണ്ടായേക്കാം ഈ ന്യൂനപക്ഷ കൺസോളിഡേഷൻ മൂലമെന്നും. അതുപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ, ഇടുക്കി ജില്ലയിലുമൊക്കെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ ഏകീകരണം അവരുടെ BJP-യിലേക്ക് അവരിപ്പോൾ ഈ FCRA പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുഖം തിരിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ന്യൂനപക്ഷങ്ങളും ഒരുമിച്ച് നിന്ന് UDF-ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു 4 ജില്ലകളിൽ UDF-ന് ക്ലീൻ സ്വീപ്പായിരിക്കും. എറണാകുളം അടക്കമുള്ള ജില്ല. CRA എന്ന് പറയുന്ന വിഷയം എനിക്ക് തോന്നുന്നു BJP-ക്ക് വളരെ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. പ്രത്യേകിച്ച് അവരുടെ BJP-യുടെ സോക്കാൾഡ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമുകളെ മുഴുവൻ റദ്ദാക്കുന്ന തരത്തിലാണ് ഈ ഒരു തീരുമാനം വന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സെറ്റ് ബാക്ക് ആവാനുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി മോഡി അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയുമെന്നുള്ള കാര്യം അറിയില്ല. എന്നാൽ തന്നെയും അത് ഈ വളരെ വലിയ അത് ഒരുപക്ഷെ UDF-ന് അനുകൂലമായിട്ട് മാറാൻ സാധ്യത. തീർച്ചയായിട്ടും അത് CPM-ലേക്ക് ഒരിക്കലും ആ ഒരു വോട്ട് പോകില്ല.
CPM-ലേക്ക് 2021 പോയി തന്നെ ജോസ് കെ മാണി അപ്പുറത്ത് പോവുകയും അതിനകത്തൊന്നുണ്ടായ ചില കാര്യങ്ങളുമാണ് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തോട് ക്രൈസ്തവർ സമൂഹം അല്ലെങ്കിൽ അനുകൂല മനോഭാവം എടുക്കാൻ പ്രേരിപ്പിച്ചത്. ഇത്തവണ അത് വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, ചരിത്രത്തിൽ തന്നെ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് അത്തരം കാര്യങ്ങൾ. ഇത്തവണ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവരുടെ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ക്രൈസ്തവ മേഖലകളിൽ UDF-ന് ഇത്തവണ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. ഈ ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അത് കൺസോളിഡേഷനാണ്. കാരണം വെച്ചാൽ ഒറ്റ സ്ഥാനാർത്ഥിക്ക് വോട്ട് വരും. അതാണ് നമ്മൾ മറ്റേ ഇപ്പോൾ ഇവിടെ നായർ ഈഴവ കൺസോളിഡേഷൻ എന്ന് പറയുന്ന പോലെയല്ല ശരിക്കും ഈ മൈനോറിറ്റി കൺസോളിഡേഷൻ. നായർ ഈഴവ കൺസോളിഡേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് 3 പേർക്കായിട്ട് ഉപയോഗിക്കുകയും ഒരാൾക്ക് ഇത്തിരി കൂടുതൽ കിട്ടുകയും ചെയ്യും, അങ്ങനെയാണ്. മറ്റേത് അങ്ങനെയല്ല. നമ്മൾ ആ ഇലക്ഷൻ, ഞാൻ ഒരു 96 മുതലെ ഇലക്ഷൻ ശേഷമുള്ള ഇലക്ഷനിലെല്ലാം ശ്രദ്ധിച്ചതാണ്. 2001 തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കെ ബാബുവിൻ്റെ ഇലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ ചുമതല കമ്മിറ്റി ഞാൻ ഉണ്ടായതാണ്. അപ്പോൾ ക്രൈസ്തവ മുസ്ലിം മേഖലയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ പറയും ഇത്തവണ യാതൊരു ഇത് നോക്കേണ്ട ബാബുചേട്ടൻ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ CPM കുടുംബങ്ങളിൽ നിന്ന് പോലും അന്ന് 25,000 വോട്ടിനാണ് കെ ബാബു തൃപ്പൂണിത്തുറ ജയിച്ചത്. അന്നാണ് 100 സീറ്റ് കിട്ടിയത്. ഈ ഓളം എന്ന് പറയുന്നത് സംഭവം അതാ. ഓളം പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഭൂരിപക്ഷമൊക്കെ ഒരു ആവറേജ് ഭൂരിപക്ഷമൊക്കെ 25,000 30,000 പോകും. ഓളം ഇല്ലാതെ ഒരുപാട് 5,000 6,000 വോട്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ക്ലീൻ സ്വീപ്പ് എന്ന് പറയുമ്പോൾ എനിക്കാണ് ഒരു UDF-ന് ക്ലീൻ സ്വീപ്പ് ഉണ്ടാവുകയാണെങ്കിൽ UDF-ന് 40 MLA-മാരെങ്കിലും 25,000 വോട്ടിന് മുകളിൽ ചെയ്യും. അതാണ് ക്ലീൻ സ്വീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാകുന്നതിൽ പ്രധാന ഘടകം, ക്ലീൻ സ്വീപ്പിൻ്റെ പ്രധാന ഘടകം മൈനോറിറ്റി കൺസൾട്ടേഷനാണ്. കാരണം 47% മൈനോറിറ്റി. ഇവരെല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്താൽ നമ്മൾ പറയുന്ന പോലെയല്ല. അത് എത്ര കണ്ട് സംഭവിക്കും എന്നുള്ളത് നമ്മളുടെ പ്രഡിക്റ്റബിൾ സാധനം മാത്രമാണ്. പക്ഷേ അങ്ങനെ ഒരു കൺസോർട്ടേഷൻ ഉണ്ട്, അങ്ങനെ ഒരു അടിയൊഴുക്കുണ്ട്. അതിൻ്റെ നമ്മൾ പറയില്ല അതിൻ്റെ റേഷ്യോ എത്ര ഉണ്ടെന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഓൾറെഡി ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഇപ്പം. ഇപ്പം ഇതിൻ്റെ ഒരു നമ്മൾ ഏതാണ്ട് ഇപ്പോൾ 4 ദിവസം ഇനി മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഈ ഒരു നടക്കുമ്പോഴത്തേക്ക് നമുക്ക് കേരളത്തിലെ ചില ക്രൂഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസികൾ ഏതായിരിക്കും? ക്രൂഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഓരോ ജില്ലകളിലെ ബേസ് ചെയ്തിട്ട് നോക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഓരോ ജില്ലകളെ ഡിസ്ട്രിക്ട് വൈസാണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് BJP വളരെ ഹോപ്പ്ഫുള്ളായിട്ട് അവർ 5 സീറ്റാണ് പറയണത്. പാലക്കാട്, തൃശ്ശൂർ, മറ്റേ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ഇങ്ങനെ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. 5 സീറ്റൊക്കെ 5 സീറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇപ്പോൾ കേരളത്തിൽ. പരമാവധി 1 അല്ലെങ്കിൽ 2 ഞാൻ കാണുന്നത്. കാരണം BJPക്ക് ജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഏക മണ്ഡലം ഇപ്പോഴും നേമം മാത്രമാണ്. ബാക്കിയെല്ലാം ഒരു ആവേശത്തിൻ്റെ പുറത്ത് ആൾക്കാർ വോട്ട് ചെയ്ത് പോകുന്നതാണ്. ഇപ്പം പാലക്കാട് പോലും ജയിക്കാനെങ്കിൽ അവർക്ക് ഇനിയും വോട്ട് വേണം. കാരണം ഏറ്റവും അധികം വോട്ട് പിടിച്ചത് ഈ ശ്രീധരനാണ്. അവിടെ ഈ ശ്രീധരൻ നിന്നപ്പോഴാണ്. അപ്പോൾ അന്ന് BJP വിലയിരുത്തി ജയിക്കാൻ ഇനിയും വോട്ടുകൾ ആവശ്യമാണ് എന്നുള്ളതാണ്. മഞ്ചേശ്വരത്തും അങ്ങനെ തന്നെയാണ്. മഞ്ചേശ്വരത്ത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മുസ്ലിം പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് BJPക്ക് ജയിക്കാൻ ആവശ്യമായ വോട്ട് സെക്യൂർ ചെയ്യുക അത്ര എളുപ്പമല്ല. പക്ഷേ നേമത്ത് അങ്ങനെയുണ്ട്. ജയിക്കാൻ ആവശ്യമായ വോട്ട് സെക്യൂർ ആക്കാനുള്ള ഒരു എന്താ പറയുക കപ്പാസിറ്റി, ഡെമോഗ്രാഫിക് പാറ്റേൺ നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഉണ്ട് അവിടെ. നിയമം ഒന്നാമതൊരു 3/4 ഭാഗം അർബനൈസ്ഡ് മണ്ഡലമാണ്. അത് 3/4 ഭാഗത്ത് നായർ സമുദായമാണ് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളവർ. അവരെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന ഒരു അപ്പർ മിഡിൽ ക്ലാസ്സാണ്. അപ്പോൾ അവരെപ്പോഴും ഈ ദേശീയ തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ വെള്ളാപ്പള്ളി മോഡൽ പ്രസംഗങ്ങളൊക്കെ അവിടെ നന്നായിട്ട് കേൾക്കുകയും ചെയ്യും. അപ്പോൾ നിയമം അവർക്കൊരു സുരക്ഷിത മണ്ഡലമായി കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് BJPക്ക് വോട്ടുകൾ സമാഹരിച്ച് ജയിക്കാനുള്ള, നമ്മൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും തിരിവിന് വന്ന്, നമ്മൾ കൊച്ചി ഭാഷ പറയും, ഒരു തിരിവിന് വന്നങ്ങ് ജയിച്ചു പോയാലേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ വോട്ട് പിടിച്ച് ജയിക്കാനും BJP കഴിയുന്ന ഏക മണ്ഡലം ഇപ്പോഴും നിയമം തന്നെയാണ്. വേറെ മണ്ഡലം കേരളത്തിലില്ല. വട്ടിയൂർക്കാവും കഴക്കൂട്ടമൊന്നും അത് പറയും. നമ്മളിപ്പോൾ ഒരു ടേണിൽ വരുമ്പോഴത്തേക്കും കിട്ടിപ്പോയാലേ ഉള്ളൂ. അല്ലാണ്ട് ജയിക്കുമെന്നൊരു വോട്ട് പിടിച്ച് ഞങ്ങളുടെ വോട്ട് പിടിച്ച് ഞങ്ങൾ ജയിക്കുന്നു. ഇപ്പോൾ CPM ഒക്കെ കണ്ണൂർ ജില്ലയിൽ ജയിക്കുന്ന പോലെ, അല്ലെങ്കിൽ എറണാകുളത്ത് കോൺഗ്രസ് ജയിക്കുന്ന പോലെ BJPക്ക് ജയിക്കാൻ മണ്ഡലങ്ങളില്ല. അങ്ങനെ ഒരു മണ്ഡലം എന്ന് പറയാവുന്നത് ഏറെക്കുറെ നിയമമണ്ഡലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എറണാകുളം നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് എങ്ങനെ വന്നാലും ജയിക്കും. 57 ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നത് സെബാസ്റ്റ്യൻ മോളും സാനു മാഷ ഒഴിച്ച് ബാക്കിയെല്ലാം കോൺഗ്രസ് നേതാക്കളായിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത്. 2 തവണ മാത്രം കോൺഗ്രസ്സുകാർ ഭാരം വലിച്ചുകൊണ്ട് മാത്രം തോറ്റുപോയാണ്. അങ്ങനത്തെ ഒരു മണ്ഡലമാണത്. അതുപോലെ ആലുവ മണ്ഡലം. അപ്പോൾ അവിടെ അതുപോലെ ഒരു മണ്ഡലം BJPക്ക് കേരളത്തിൽ സെറ്റ് ചെയ്തെടുക്കാനുള്ളതായ നിയമം മാത്രമേ ഉള്ളൂ. ബാക്കി മണ്ഡലങ്ങളൊന്നും അങ്ങനെയല്ല. അതാണ് അതിൻ്റെ വിഷയം. ഇപ്പോൾ SIR-ന്റെ ഒരു വിഷയം കേരളത്തിൽ പ്രധാനമായിട്ട് അങ്ങനെ ആരും മാധ്യമങ്ങളാണെങ്കിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. 20 ലക്ഷം വോട്ടുകളാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് 20 ലക്ഷത്തോളം ആളുകൾക്ക് വോട്ട് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളൊരു കണക്കുകൾ ഈയിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1000 മുതൽ അല്ലെങ്കിൽ 1000-ൽ താഴെ വോട്ടുകൾ കൊണ്ട് മണ്ഡലത്തിലെ ഗതി നിർണ്ണയിക്കുന്ന പല മണ്ഡലങ്ങളും കേരളത്തിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇത് ഭയങ്കര നിർണായകമാകാൻ സാധ്യതയില്ലേ? അതുപോലെ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പല പ്രഡിക്ഷനുകളും തെറ്റാനുള്ള ഒരു സാധ്യതയില്ലേ? ഇതിൽ SIR-ൻ്റെ ഒരു പ്രശ്നം അറിയാം. ഇപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ ബ്രദറിലോട് വോട്ട് ഇവിടെയുണ്ട്, വരാപ്പുഴയുണ്ട്. എൻ്റെ വൈഫിൻ്റെ വോട്ട് ഇവിടെയുണ്ട്, എറണാകുളം മണ്ഡലത്തിലുണ്ട്.
അങ്ങനെയുള്ള ഒത്തിരി കുടുംബങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു വോട്ട് പോകും. ഉം. അല്ല, ഈ പോയതില് ആ 20 ലക്ഷം പോയതില് മെജോറിറ്റി ഈ പറഞ്ഞ പോലെ മരണമടഞ്ഞവരോ ആ അല്ലെങ്കിൽ അതാണ് റിപ്പീറ്റ് മെജോറിറ്റി. അങ്ങനെ എനിക്ക് തോന്നുന്നത് അങ്ങനെ 70% അങ്ങനെ ആയിരിക്കും. അങ്ങനെ. പക്ഷെ എന്നാൽ തന്നെയും ഉം. ഇത് ഈ പറഞ്ഞതുപോലെ ഇതൊരു കൺസേൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാലേ ഇതിന്റെ ഇപ്പം അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുള്ളൂ. കാരണം ചിലര് വെച്ചാൽ പറയുന്നത് 5 മുതൽ 10 സീറ്റുകൾ വരെ ആ ആ ആ ഇതിന്റെ ഒരു ഇമ്പാക്ട് കാരണം ഉണ്ടാവാം. 1000 മുതൽ 2000 വരെ വോട്ട് വരുമ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷെ കേരളത്തിലെ SIR-ഉം മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ SIR-ഉം തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അവിടെ മാസീവായ മാസീവായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഇവിടെ നമ്മുടെ വോട്ട് പോയി നമുക്ക് അറിയാൻ പറ്റും. അതെ 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 അവിടെയൊന്നും അവന് വോട്ടില്ല എന്ന് അറിയണത് തന്നെ ഈ പറയുന്ന പോലെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തിരിച്ചുവിടുമ്പോഴാണ്. ഇവിടെ അങ്ങനെയല്ലേ, പ്രത്യേകിച്ച് കേരളം മുഴുവൻ ഒരു നഗരപ്രദേശമായി മാറിക്കഴിയുന്നതാണ് എനിക്ക് സഞ്ചരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഏറെക്കുറെ എല്ലാം നഗരപ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ വോട്ട് ഇല്ലയെന്ന് അവൻ അറിയാൻ പറ്റുകയും വോട്ട് ചേർക്കേണ്ട തീയതി എന്താണെന്ന് അവൻ അറിയുകയും ചെയ്യാം. തീയതിയുള്ള സമയത്ത് അവന് പോയി വോട്ട് ചേർക്കാനും അവനറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നതൊരു SIR ഈ പറയുന്ന അത്ര ഒരു കൺസേൺ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അത്ര അതിൻ്റെ ഒരു സ്കെയിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ ആഴളക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതിൽ ഒരു പക്ഷേ ഏതെങ്കിലും ചില മണ്ഡലങ്ങളിൽ ഒരു ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലുള്ളൊരു മണ്ഡലത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞ മണ്ഡലമാണ്. 42,000 വോട്ട് കുറഞ്ഞു. അതെ അതെ ഇപ്പം ഇവിടെ എറണാകുളത്ത് തൃക്കാക്കര 26,000-ഓളം വോട്ടുകൾ കുറഞ്ഞു. ഇവിടെയൊക്കെ ഒരു പക്ഷേ സാധ്യമാവും. കാരണം ഈ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് ഇവിടെയുള്ള, അവർ മാറിപ്പോയി കാണും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം. അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവും നേരത്തെ ശ്രീകുമാർ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അങ്ങനെ പലരും ഉണ്ടാവും. പക്ഷേ എന്നാൽ തന്നെയും ഒരു 1000-2000 ഒന്നും ഇതിൽ പെടാത്ത വോട്ടാണെങ്കിൽ അത് ഒരു വലിയ അല്ല, ഇമ്പാക്ട്. അതിനകത്തൊരു വേറൊരു പോയിന്റ് ഉണ്ട്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഈ പല ആളുകളെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വോട്ട് ചേർക്കും. അതെ പക്ഷെ അവർ വോട്ട് ചെയ്യുന്ന അവരുടെ നാട്ടിലായിരിക്കും. ഈ വോട്ട് ഇവിടെ കിടക്കും. അപ്പോൾ ഇവിടെ ഈ തൃക്കാക്കര പറ്റിയങ്ങനെ ഏതാണ്ടിരിക്കുന്ന ഒരു 15-20% അങ്ങനെ തന്നെ. ഓ ശരി. കാരണം വെച്ചാൽ കണ്ണൂരിൽ നിന്നൊക്കെ താമസിച്ചിട്ട് ഇവിടെ വോട്ടുണ്ടാവും. പക്ഷേ അവിടുത്തെ അവരുടെ ആരെങ്കിലും ഇലക്ഷൻ നിൽക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിക്കാരെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ ചെയ്യണം, അവിടെ പോയി വോട്ട് ചെയ്യുന്ന അവിടെ പോയി വോട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു അതാണ് യഥാർത്ഥ നമ്മളൊരു മനഃപൂർവ്വം ഏതെങ്കിലും ആളുകളുടെ വോട്ട് വെട്ടിക്കളയുക വാർത്തകൾ ഇപ്പോൾ അല്ല കേരളത്തിൽ. ഓക്കെ. കാരണം എല്ലാവർക്കും പരസ്പരം അറിയാവുന്ന ആളുകളാണ്. ഒരു മണ്ഡലം തൃപ്പൂണിത്തുറ പോലത്തെ മണ്ഡലം, തൃക്കാക്കര മണ്ഡലമൊക്കെ മാസീവായിട്ട് ഏതെങ്കിലും വിഭാഗത്തിന് വോട്ട് വെട്ടി നിൽക്കാനൊന്നും പറ്റില്ല. അതും അറിയാവുന്നതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിരിക്കുന്നത്. മാധ്യമങ്ങളിൽ അത് വലിയ പ്രശ്നമാകാതെ പോകുന്നു. കാരണം വോട്ട് നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഈ വോട്ട് എല്ലാവർക്കും അവനവൻ്റെ വോട്ടിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. നമ്മൾ UP-ലെ ബീഹാറിലെ പോലെ അല്ല അത്. അല്ല UP-ലെ ബീഹാറിലാണ് സ്ലിപ്പ് പോലും കിട്ടില്ല. അവൻ ചെയ്ത് കൈവച്ച് കൊടുക്കുമ്പോൾ മറ്റേ അവൻ്റെ പേരുണ്ടെങ്കിൽ വോട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അത്രേ അവനുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ വോട്ട് പോയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഞാൻ എൻ്റെ ഫാമിലി തന്നെ അറിയാം, തൊട്ട് അയൽപക്കത്തുള്ളവർക്കറിയാം. കാരണം ഞാൻ താമസിക്കുന്നത് തൃക്കാക്കര മണ്ഡലത്തെ കാരണം ഒരു കാലെടുത്ത് അപ്പുറത്തേക്ക് വെച്ചാൽ എറണാകുളം മണ്ഡലം, അപ്പുറത്ത് വെച്ചാൽ തൃപ്പൂണിത്തുറ മണ്ഡലം, അങ്ങനെയാണ് ഈ ഇത് കിടക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ചെല്ലുമ്പോൾ പറയാം. കാരണം ഈ തൃപ്പൂണിത്തുറ താമസിക്കുന്നവർക്ക് അവിടെ വോട്ടുണ്ട്, തൃക്കാക്കര മണ്ഡലത്തിലുണ്ട്. അവർ തൃപ്പൂണിത്തുറ പോയി വോട്ട് ചെയ്യും. അപ്പോൾ എനിക്കറിയാവുന്ന തന്നെ ഒരു 8ഓളം വോട്ടുകൾ അങ്ങനെ ഡബിൾ വോട്ടുകളുണ്ട്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പലരുടെ കാലം 4-5 പേരുടെ വോട്ട് പോയി. അവരുടെ വോട്ട് SIR ഒന്ന് പോയി. 6 പേരുടെ വോട്ട് പോയി. ബാക്കി 2 പേരുടെ വോട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത് തന്നെ അവർ 2 പേര്, ഒരാൾ തൃപ്പൂണിത്തുറയും ചെയ്യും, ഒരാൾ തൃക്കാക്കരയും ചെയ്യും. അവർ പരസ്പരം അതാണ് യഥാർത്ഥം സംഭവിച്ചത്. എനിക്ക് കണ്ണൂരായാലും മലപ്പുറത്തായാലും ആരും ഇത്ര ആങ്ഷ്യസ് ആകാതെ പോയത് ഇതുകൊണ്ടാണ്. ഈ നമ്മുടെ SIR എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ഒരു സംഭവമാണ് ശരിക്കും. വയനാട് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും കണക്ക് പുറത്തുവിടലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് KPCC പ്രസിഡന്റ് പറഞ്ഞത് പ്രകാരം മൊത്തം കോൺഗ്രസ് പിരിച്ചിട്ടുള്ളത് 5.28 കോടി രൂപയാണ്. അതുപോലെ യൂത്ത് കോൺഗ്രസ് 1.05 കോടി രൂപ യൂത്ത് കോൺഗ്രസ് പിരിച്ചിട്ടുണ്ട്. അതേപോലെ സ്ഥലം വാങ്ങുന്നതിനായിട്ട് 6.18 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി മാത്രം ഇത്രയും പണം അവിടെ ചെലവാക്കി കഴിയുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി 300 വീടുകളാണ് നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ള ഒരു വാഗ്ദാനം നടത്തിയിരുന്നത്. സ്വാഭാവികമായിട്ടും ഇനി ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി പുതിയതായിട്ട് ഫണ്ട് കണ്ടെത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിലവിലുള്ളത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കില്ലേ, UDF-നെ ദോഷകരമായി ബാധിക്കില്ലേ, എന്താ തോന്നുന്നത്? ഇല്ല, അങ്ങനെ ഈ ചൂരൽമലയിലെ ഈ വീടിൻ്റെ സംഭവം വിവാദമായെങ്കിലും അതൊന്നും കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനമല്ല. വയനാട്ടിൽ പോലും ഇമ്പാക്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഈ ദുരന്തങ്ങളിൽ അങ്ങനെ കാശ് പിരിക്കുന്നതൊന്നും മലയാളി സംബന്ധിച്ചോളം ഇപ്പോൾ വലിയ വിഷയങ്ങളല്ല അത്. കാരണം ഒരു ചൂരൽമലയിൽ കോൺഗ്രസ്സുകാർ കാശ് പിരിച്ചു, അതുകൊണ്ട് എറണാകുളത്ത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ആരും വിചാരിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് തോൽപ്പിക്കുക, അങ്ങനെ ആരും കേരളത്തിൽ ആരും അങ്ങനെ ഒരു ഈ കാശ് പിരിക്കുക അതിൻ്റെ ഇതൊക്കെ എവിടെ പോയെന്നൊക്കെ ഉള്ള ഒരു പൊളിറ്റിക്കൽ ഒരു ബാറ്റിലിൻ്റെ ഭാഗമായിട്ട് എടുക്കുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് ജനങ്ങളുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കില്ല. അതൊക്കെ നമുക്കൊരു അവരുടെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വേറൊരു കക്ഷിയുടെ മേൽ അപ്രഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആരോപണമായിട്ട് അല്ലെങ്കിൽ കുറച്ച് നേരം അവരെ മാധ്യമങ്ങളിൽ പിടിച്ചു നിർത്താമെന്നുള്ളതല്ലാതെ ചൂരൽമലയിൽ കോൺഗ്രസ് പണം പിരിച്ചിട്ട് മറ്റേ കണക്ക് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എറണാകുളത്തുള്ളവനും തൃശ്ശൂരുള്ളവനും എന്താ വിഷയം?
അതൊന്നും ഒരിക്കലും കേരളത്തിൽ പൊളിറ്റിക്കലായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരള പൊളിറ്റിക്കലായിട്ട് അഴിമതി പോലും കേരളത്തിൽ ഇപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതല്ല. നിങ്ങളൊരു അഴിമതി ആരോപണം ഒരു മന്ത്രിക്കെതിരെ ഉയർത്തിയാലും അടുത്ത ഇലക്ഷനിൽ അയാൾ ജയിക്കും. അഴിമതി പോലും ഇതല്ല. പക്ഷെ മറ്റ് പല കാര്യങ്ങളാണ് ഈ കമ്മ്യൂണൽ കൺസോളിഡേഷൻ, പിൻവാതിൽ നിയമനങ്ങൾ, രാഷ്ട്രീയ അക്രമങ്ങൾ, പിന്നെ അത്തരം കാര്യങ്ങളാണ് ജനങ്ങളെ ഇരുത്തിപ്പന്നെ നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ മറ്റേ ഡെവലപ്മെൻറ്റ് കാര്യത്തിലുള്ളത്, റോഡുകൾ, അത്തരം നേരിട്ട് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ എത്ര ഉണ്ടെന്നുള്ളതാണ് ഞാൻ നോക്കുകയുള്ളൂ. ഓരോ മനുഷ്യനും അങ്ങനെ നോക്കുകയുള്ളൂ. അതുകൊണ്ട് മാസികമായിട്ട് അവിടെ കാശ് പിരിച്ച് അവന്മാർ കൊണ്ടുവരേണ്ടത് അത് അവന്മാർക്ക് കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഏതൊരു മനുഷ്യൻ മലയാളിയുടെ ഒരു പൊതു മനോഭാവം മാറും. നമ്മൾ മാധ്യമങ്ങൾ കാണുന്ന പോലെയല്ല സാധാരണ മലയാളിയുടെ മനോഭാവം. അവൻ വളരെ എനിക്ക് പെർട്ടിക്കുലറാണ് പല തോന്നുന്നത് കാര്യത്തിലും. ഈ പൊതുവിൽ ഇങ്ങനെ ഒരു സംഭവം നിൽക്കുമ്പോൾ തന്നെ ഇപ്പം അതിലേറ്റവും ഒരു പക്ഷേ ഡാമേജ് വരാൻ പോണ VD സതീശൻ എന്ന് പറയുന്ന നേതാവിനായിരിക്കും. അദ്ദേഹമാണ് നിരന്തരമായിട്ട് ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പറഞ്ഞു അവിടെ പണി തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഇന്നിപ്പം വന്നിട്ട് പറയുന്നത് പണി ചെയ്യാനുള്ള പൈസ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ക്രെഡിബിലിറ്റിയെ ഒരു ചോദ്യം ചെയ്യുന്ന തരത്തിൽ പക്ഷെ അത് പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തെ ബാധിക്കും. നമ്മൾ അത് ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അയക്കാന്നുള്ളതല്ലാതെ രാഷ്ട്രീയപരമായിട്ട് KD സതീശനെ അത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ UDF വളരെ പവർഫുള്ളാണ്. രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ ആക്രമിച്ച് വീഴ്ത്താൻ പറ്റിയ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇപ്പോഴും CPM-ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ മാത്രമേ ഇത്തിരി പുള്ളി അല്പം ഒന്ന് താന്നു പോയുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അയാൾ കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്ത് തന്നെ ഇപ്പോൾ UDF രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ധാരണയിൽ അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മളീ പറഞ്ഞില്ല, ഇതൊന്നും മണ്ഡലങ്ങളിൽ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. അതൊന്നും നമ്മൾ ഇതൊന്നും ചൂരൽമലയിൽ എത്ര 100 വീട് വെച്ചു കൊടുക്കുക, അത് കോൺഗ്രസ് പണം പിരിച്ചു. അപ്പോൾ ഇപ്പോൾ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ജനരാജിന് അവിടെ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ്? നമുക്ക് ഭയങ്കര സംഭവമായിട്ട് കാണാം. പക്ഷേ കേരളത്തിൽ ഒരു മണ്ഡലങ്ങളിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. ആ പയ്യന്നൂർ മണ്ഡലത്തിൽ പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എറണാകുളത്തുള്ള CPM കാരനും ആലപ്പുഴ CPM കാരനും അവിടെ രക്തസാക്ഷി ഫണ്ട് അവൻ തട്ടിച്ച് അവനെന്താ? ഇതാണ് മലയാളം. അതൊരിക്കലും ഇത്തരം ആരോപണങ്ങൾ ഒരിക്കലും ഒരു പൊളിറ്റിക്കലി ഒരു ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനോ അതെങ്കിലും പൊളിറ്റിക്കൽ ഗെയിൻ അതുകൊണ്ട് മറ്റ് കക്ഷികൾക്ക് ഉണ്ടാക്കാനോ കഴിയില്ല. കാരണം അതാത് പ്രാദേശിക സ്ഥലത്തെ വിഷയങ്ങൾ മാത്രമായിട്ട് മാറാനാണ് സാധ്യത. UDF-ന്റെ പ്രകടന പത്രിക വന്നു, അതേപോലെ 3 മുന്നണികളുടെയും പ്രകടന പത്രിക വന്നു. മെയിനായിട്ട് വാഗ്ദാനങ്ങൾ കൊണ്ട് നിറച്ചിട്ടുള്ള ഒരു പ്രകടന പത്രികയാണ് 3 മുന്നണികളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു രസകരമായിട്ട് തോന്നിയിട്ടുള്ളത് UDF-ന്റെ പ്രകടന പത്രികയിൽ 3000 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കും, അതുപോലെ 1000 രൂപ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് കൊടുക്കും, അതേപോലെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, അതുപോലുള്ള വലിയ വലിയ വാഗ്ദാനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. VD സതീശൻ, അതായത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ ഖജനാവിൽ പൂച്ച വെട്ടി കിടക്കുകയാണ്, എത്ര ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന VD സതീശൻ നേതൃത്വം നൽകുന്ന മുന്നണി തന്നെ ഇത്തരത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങളുമായിട്ട് പണം ഇത്രയധികം ചിലവാക്കേണ്ടതുള്ള വാഗ്ദാനങ്ങളുമായിട്ടൊരു പ്രകടന പത്രിക മുന്നോട്ട് വെക്കുമ്പോൾ അതിലൊരു ലോജിക്കില്ലായ്മയില്ലേ? അല്ല, അതിനകത്തൊരു ലോജിക്ക് ലൈൻ ഉണ്ടോ ഒറ്റ ദൃഷ്ടിയിൽ നമുക്ക് തോന്നും. പക്ഷേ ഈ LDF-ൻ്റെ സാമ്പത്തിക മാനേജ്മെൻ്റ് അല്ല UDF-ൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റ്. അതാണ് എൻ്റെ പ്രകടമായിട്ടുള്ളത്. UDF-ൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റ് പലപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് അത്ഭുതകരമായിട്ട് ഞാൻ പറയാം. ഈ UDF വരുമ്പോൾ ഒരിക്കലും ഇത്തരത്തിൽ പിൻവാതിലൂടെ സകല കോൺഗ്രസ്സുകാരെയും മുസ്ലിം ലീഗുകാരെ തീരുകേണ്ട പരിപാടി ഉണ്ടാവില്ല. നമ്മൾ UDF-ലെ എല്ലാ മിനിസ്റ്ററും എടുത്ത് നോക്കി പേഴ്സണൽ സ്റ്റാഫിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതുപോലെ കാരണം അങ്ങനെ മാസീവായിട്ട് കയറാൻ അങ്ങനെ തക്കത്തിലുള്ളൊരു സാമൂഹ്യ സാഹചര്യമല്ല UDF-നുള്ളൂ. ഇപ്പോൾ കോട്ടയത്തുനിന്ന് ഒരു കോൺഗ്രസ്സുകാരനെ പിൻവാതിലൂടെ 10,000 രൂപയ്ക്ക് ശമ്പളത്തിന് വെക്കാന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. എനിക്ക് റബ്ബർ വെട്ടി അതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടും. കാരണം അങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ, അത് കേവലം ഉദാഹരണമായിട്ട് എടുത്താൽ മതി. അങ്ങനെ ഈ പാർട്ടി സംവിധാനങ്ങളെ കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു വിഭാഗമല്ല ഈ UDF-ലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ UDF-ൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് KM മാണിക്കുന്ന കാലത്ത് എനിക്കെന്നറിയാം, വളരെ ലിബറലാണ്. ഇത്ര കൺസ്ട്രെയിൻ ഇല്ല അവരുടെ. കാരണം വെച്ചാൽ പല കാര്യങ്ങളിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് UDF അധികാരത്തിൽ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ധനകാര്യ മേഖല അഴിച്ചുപണി ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഫണ്ട് കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ അവരുടെ അടുത്ത് കൃത്യമായിട്ടുണ്ട്. അതിനുള്ള ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്ന സമയത്ത് 600 രൂപ പെൻഷൻ പോലും 18 മാസത്തോളം കുടിശ്ശികയായ ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ 3000 രൂപ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വാഗ്ദാനത്തിലേക്ക് കടക്കുന്നത്. അല്ല, ഈ വാഗ്ദാനങ്ങൾക്ക് നിറയേറ്റി വരും. 3000 രൂപ പെൻഷൻ, ഈ പറയുന്ന മറ്റേ പെൺകുട്ടികളുടെ സൗജന്യ യാത്ര, ഇതുതന്നെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ്, ഇതെല്ലാം നടപ്പിലാക്കേണ്ടി വരുന്നു ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് UDF മറ്റേ ഇലക്ഷൻ നേരിടുന്നത്. അതിനുള്ള ഒരു ബദൽ സ്ഥാനങ്ങൾ അവരുടെ അടുത്തുണ്ട്. കാരണം വെച്ചാൽ പിന്നെ ഒന്ന് കാര്യം മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടി KM മാണി UDF-നെ നയിച്ച ഒരു സാഹചര്യമല്ല ഇപ്പോൾ. അവരെക്കാൾ വളരെ കൃത്യമായിട്ട് ധാരണകളുള്ള നേതൃത്വമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വെച്ചാൽ ആ നേതൃത്വത്തിൻ്റെ ഒരു വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് അവർ അപ്ഡേറ്റഡ് അല്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള നേതൃത്വം എന്ന് പറയുന്നത്, ഇപ്പോൾ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ 3 നേതാക്കളും VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, നമ്മൾ കാണുന്നതിനേക്കാൾ വളരെ അപ്ഡേറ്റഡ് ആണ് അവർ.
ദേശീയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലത്. ആ ഉമ്മൻചാണ്ടിയുടെ കുഴപ്പം ഇവരൊക്കെ വലിയ ജനകീയ നേതാക്കളാണെങ്കിലും അവരെ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിരുന്നില്ല. അങ്ങനെ പല അബദ്ധങ്ങളൊന്നും പറ്റിയിരുന്നു. പിന്നെ ഒരു എം.എൽ.എയുടെ ഭൂരിപക്ഷം 2 എം.എൽ.എയുടെ ഭൂരിപക്ഷത്തിൽ അവസാനം അവർ ഭരിച്ചത്. ഈ സെനാരിയോ ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ഞാനിത് പല മാധ്യമപ്രവർത്തകരും കൊണ്ട് അവർക്കും മനസ്സിലാവുന്നില്ല. ഈ ഉമ്മൻചാണ്ടി, കരുണാകരൻ, ആൻ്റണി കൾച്ചറേ അല്ല ഇപ്പോൾ UDF-ൽ. അത് എൻറ്റയർലി മാറി. നമ്മൾ ആ 2016 വരെയുള്ള കൾച്ചർ കംപ്ലീറ്റ് മാറി. ഇപ്പോൾ റെസ്പോൺസീവാണ് അവർ. കാരണം വെച്ചാൽ നിങ്ങൾ വി.ഡി. സതീശനോടോ രമേശ് ചെന്നിത്തലയോടോ കെ.സി. വേണുഗോപാലിനോടോ ഒരു കാര്യം ചോദിച്ചാൽ അവർക്കറിയില്ലെങ്കിൽ അത് തപ്പിപ്പിടിച്ച് അതിനുള്ള മറുപടി അവർ നമുക്ക് തരും. പണ്ടത് അങ്ങനെയല്ല. പണ്ടൊരു ഓളത്തിൻ്റെ പുറത്താണ് ഈ പാർട്ടി പോയിക്കൊണ്ട്. ഇനി ഓളത്തിൻ്റെ പുറത്ത് ഈ പാർട്ടിക്ക് പോകാൻ പറ്റില്ലെന്ന് BJP വളരുന്നു മനസ്സിലായതോടുകൂടി തന്നെ നേതൃത്വം വളരെ റെസ്പോൺസീവായി. മറ്റേ റെസ്പോൺസിബിൾ അല്ല, റെസ്പോൺസീവായി. കാരണം പെട്ടെന്ന് കാര്യങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ബദലായിട്ടുള്ള സാമ്പത്തിക നിർദ്ദേശങ്ങളെല്ലാം അവരുടെ അണിയറിൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ് എനിക്ക് അവരുടെ പോളിസി നോക്കിയപ്പോൾ, അവർ പുറത്തുവിടാത്ത അവരുടെ പോളിസി ഡ്രാഫ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പിന്നെ പ്രകടന പത്രികയിൽ പറയുന്ന എല്ലാം മറ്റേ നടപ്പിലാക്കാൻ ലോകത്ത് സർക്കാരിനും പറ്റില്ല. പക്ഷേ ഈ പ്രധാനപ്പെട്ട 5 നിർദ്ദേശങ്ങളടക്കം നടപ്പാക്കുമെന്നുള്ള എനിക്ക് തോന്നുന്നു വരുന്ന ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിൽ തന്നെ തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് ഇവരോട് സംസാരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊരു വിഷയമാകില്ല. പിന്നെ മറ്റു കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ലിബറലായിരിക്കും. നമ്മളെങ്ങനെയാണോ ഒരു എക്കോണമി ലിബറലൈസ് ചെയ്യേണ്ടത്, അനാവശ്യമായ കാര്യങ്ങളിൽ ഒരിക്കലും നമ്മളിപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ CPM സർക്കാർ കഷ്ടപ്പെടുന്നത്രയും UDF സർക്കാർ കഷ്ടപ്പെടില്ല. അത് നഷ്ടമാണെങ്കിൽ നഷ്ടമാകുന്ന രീതിയിൽ തന്നെ അവർ ഹാൻഡിൽ ചെയ്യും. അത് ആ സാമ്പത്തിക മാനേജ്മെൻറ്റുള്ള വ്യത്യാസം മൂലമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അത്രയും പൈസ അവിടെ ഇല്ലാത്തുള്ളൂ. നിങ്ങളെങ്ങനെ കൊടുക്കും എന്നുള്ളത് കൊടുക്കാൻ പൈസ ഉണ്ട്, നമ്മൾ മാനേജ് ചെയ്യേണ്ട വിഷയമാണ് ശരിക്കും പറഞ്ഞത്.